ആ സുലോചനെ എന്തുപറ്റി പതിവില്ലാതെ ഇങ്ങോട്ട്? ഓമനക്കുട്ടൻ വന്നില്ലേ? വന്നില്ല. കുട്ടിയുടെ ഭയങ്കര തിരക്ക്, ഒറ്റയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. എന്ത് തിരക്ക്? പുതിയ എന്തൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. എന്ത് ബിസിനസ്? പടക്ക കച്ചവടം. പടക്ക കച്ചവടോ? അത് കൊള്ളാം. അച്ഛനും പറഞ്ഞു കൊള്ളാന്ന്. പടക്കമാകുമ്പോ പെട്ടെന്ന് പൊട്ടിക്കോളുമല്ലോ. എന്താ പതിവില്ലാതെ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ആലീസ് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിയില്ലേ? അത് കഴിച്ചപ്പോഴേ എനിക്കൊരു ആഗ്രഹം അതുപോലെ ഉണ്ടാക്കാൻ പഠിക്കണമെന്ന്. ആലീസ് പറഞ്ഞായിരുന്നു. നാളെ ഞങ്ങളുടെ വീട്ടിൽ 2 ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ കുട്ടികളിന് ഒരേ നിർബന്ധം അതുപോലത്തെ ചിക്കൻ കറി തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ആലീസിനെ ഞാൻ വിളിച്ചു. അപ്പൊ ആലീസ് തിരക്കാന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ നേരിട്ട് ഒന്ന് പഠിക്കാന്ന് കരുതി. ആലീസ് പുറത്തു പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല. അത് സുലോചന വരുമെന്ന് നമ്മള് പ്രതീക്ഷിച്ചില്ലല്ലോ, അതുകൊണ്ടാ. ദാ ചിക്കനും അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ആലീസ് കറി വെക്കുമ്പോ കൂടെ നിന്ന് പഠിക്കാമല്ലോ. അയ്യോ, ഇതൊക്കെ എന്തിനാ വാങ്ങിച്ചത്? ഞാൻ വാങ്ങിക്കുമായിരുന്നല്ലോ. അത് സാരമില്ല. ആലീസ് വരുമ്പോഴേക്കും കറിക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെക്കും. അപ്പൊ അത്ര എളുപ്പമായല്ലോ. അയ്യോ, ആലീസ് ഇപ്പൊ വരും. കുഴപ്പമില്ല, ഞാൻ എല്ലാം മുറിച്ച് വെച്ചേക്കാം. ആ ലെറ്റർ എഴുതിയത് ഇച്ചാനാണെന്നാ സുലോചന വിചാരിച്ചത്. അതിന്റെ അർത്ഥം എന്തുവാ? ഇച്ചായനോട് പണ്ടേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. വേണ്ടാത്ത പറയരുത് കേട്ടോ നീ. ഞാൻ എന്തോ പറഞ്ഞത്? ഇപ്പൊ ഇഷ്ടമില്ല, അന്നുണ്ടായിരുന്നല്ലേ പറഞ്ഞു. കർത്താവേ, അയ്യോ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ആലീസ് വന്നിട്ട് പണി തുടങ്ങാം, അതല്ലേ നല്ലത്? എന്തിനാ? ആലീസ് വരുമ്പോ ഞാൻ ഇതെല്ലാം അരിഞ്ഞു വെക്കാം. ആലീസ് വന്നോണ്ട് നമുക്ക് പണി തുടങ്ങാലോ. മാത്രമേ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്, വീട്ടിൽ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. അത് ഈ ആലീസിന്റെ ചിക്കൻ കറിയുടെ സ്പെഷ്യൽ ആണല്ലോ. അപ്പൊ ആലീസ് ഈ ചിക്കൻ കട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയില്ല. അപ്പൊ ആലീസ് ഒന്ന് കട്ട് ചെയ്താലേ അത് ശരിയാവത്തുള്ളൂ. ഈ കട്ട് ചെയ്താൽ എന്തിരിക്കുന്നത്? ഞാൻ കട്ട് ചെയ്താലും ശരിയാവും. കട്ട് ചെയ്താലും ഉണ്ടെന്നേ. അതായത് ആലീസിന്റെ സ്പെഷ്യൽ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ ഈ ഇറച്ചി ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്താലേ അതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ ആലീസ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും, പഠിക്കുകയും ചെയ്യും. ഈ കട്ട് ചെയ്തതും ചിക്കൻ കറിയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? അയ്യോ, ബന്ധമുണ്ട്. നമുക്ക് ഇവിടെ ഭയങ്കര ചൂടാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തിരിക്കാം. പുറത്താകുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് കുറച്ചിട്ട് സംസാരിക്കുകയും ചെയ്യാം. ജോർജ് കുട്ടി പോയിരുന്ന് കാറ്റുകൊണ്ടെന്ന് സംസാരിച്ചു. ഞാനിപ്പോ അരിഞ്ഞു വെച്ചു. അല്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചായിരിക്കും പ്രാന്താണെന്ന് വിചാരിക്കും. ജോർജ് കുട്ടി, എനിക്ക് ആ പോയിട്ട് അത്യാവശ്യമാണ്. ഞാനത് അരിഞ്ഞു വെക്കാം. അപ്പൊ ആലീസ് വരുമ്പോ നമുക്ക് പണി തുടങ്ങാമല്ലോ. അല്ല, അങ്ങനെ അല്ല കട്ട് ചെയ്യണ്ട. ഇങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നു തോന്നുന്നു. വന്നു. പവിത്രം വന്നത് നന്നായി. ഞാനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്നാ ഒരു കുരിശ് വീട്ടിൽ ഒന്ന് കയറിയിട്ടുണ്ട്. കുരിശോ? ഏത് കുരിശ്? സുലോചന. എന്നാ അവർക്ക് ഇവിടെ വരാമല്ലേ? അവരിവിടുത്തെ ഹൗസ് ഓർഡർ അല്ലേ? അവർക്ക് എപ്പോ വേണ്ടും വരാൻ പോകാം. നല്ല ബെസ്റ്റ് ആയിരിക്കും. വരുന്നതിനും പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പ്രശ്നം എന്താണെന്നറിയാവോ? പ്രശ്നം ആലീസ് ഇവിടെ ഇല്ല. അയ്യോ, ആലീസ് ഇവിടെ ഇല്ലേ? തന്നെ എന്റെ ദൈവം, ആലീസ് ഇല്ലാത്ത നേരത്തെ ഇവരിക്കും കൂടെ തരുമെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. സാറിന്റെ കാര്യം നോക്ക്. പവിത്ര, നിക്കറെങ്കിലും മാറ്റാം. കടി തീർന്നായിരുന്നോ? ഇല്ല, കുറച്ചുകൂടി ഉണ്ട്. ഒരു 10 മിനിറ്റ്. ആലീസ് വരുമ്പോഴേക്കും എല്ലാം തീരും. ആലീസ് വരുമ്പോഴേക്കും എല്ലാം തീരും. എന്താ? അല്ല, കടി തീർന്നായിരുന്നോ? ഇല്ല, കുറച്ചുകൂടി ഉണ്ട്. ഒരു 10 മിനിറ്റ്. ആലീസ് വരുമ്പോഴേക്കും എല്ലാം തീരും. ആലീസ് വരുമ്പോഴേക്കും എല്ലാം തീരും. എന്താ? അല്ല, ആലീസും കൂടെ വന്നിരുന്നെങ്കിൽ എല്ലാം കട്ട് ചെയ്ത് പെട്ടെന്ന് തീർക്കാമല്ലോ. ജോർജ് കുട്ടി, ചായ വേണോ? ഞാൻ ഉണ്ടാക്കി തരാം. വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് ആലീസ് എനിക്ക് ഇട്ട് തരും. ഇത് എന്റെ വീടാണല്ലോ. സുലോചന പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ച സുലോചനയുടെ വീടാണ്. മുണ്ടൊക്കെ വേഷമൊക്കെ മാറിയോ? വേഷം എങ്ങനെയുണ്ട്? കൊള്ളാം. പക്ഷെ മറ്റേതായിരുന്നു നല്ലത്. ഷോർട്സ് പെട്ടെന്ന് ഉടുത്തപ്പോ നെഞ്ചിലായി പോയി. നമുക്കേ വരാന്തയിലിരുന്ന് സംസാരിച്ചാലോ? ജോർജ് കുട്ടി, ഇവിടെ നിന്ന് സംസാരിക്കാം. അപ്പൊ എന്റെ പണിയും നടക്കൂല്ലോ. സംസാരിച്ചോ. വരാന്തയിൽ നല്ല കാറ്റാ. കാറ്റത്തിരുന്ന് സംസാരിക്കുന്ന ഒരു പ്രത്യേക സുഖാ. അല്ല, അപ്പൊ പണി തീരണ്ടേ? അതുകൊണ്ടല്ലേ ഇവിടെ നിന്ന് സംസാരിക്കും. അരിഞ്ഞത് മതി. കുറച്ചുകൂടി കേട്ടോ, കുറച്ചുകൂടി. ഇച്ചായ. അയ്യോ അയ്യോ, വന്നു ആലീസ്. ആലീസ് ഒന്നുമല്ലേ? വന്ന് അല്ല, ആലീസ് എന്തൊക്കെയുണ്ട് വിശേഷം? എത്ര നാളെ കണ്ടിട്ട്. എന്ത്
പിന്നെ എന്തൊക്കെയുണ്ട്? ചുരിദാറൊക്കെ തയ്ച്ചോ? ഇതെന്തൊരു കൂത്ത്? എന്തു പറ്റി? ചുരിദാർ തയ്ച്ചില്ലേ? ചുരിദാർ തയ്ച്ചു കിട്ടിയില്ലല്ലോ. അവിടെ കൊണ്ടുപോയി കൊടുത്ത് അളവെടുത്ത് ഇനി അവർ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തരും. ഒരാഴ്ചയോ? ഒരു ചുരിദാർ തയ്ക്കാനോ? അവനെന്താ ടൈലർ ആണോ? അവിടെ കൊടുക്കണ്ടായിരുന്നു. നീ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞില്ലേ? എന്താ എന്തു പറ്റി? അല്ല, ചുരിദാറിനൊക്കെ ഒരാഴ്ച എടുക്കാന്ന് പറഞ്ഞാൽ അവന് ഈ പണി അറിയില്ലെന്നല്ലേ അർത്ഥം? ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ സാധനം തരാറ്? എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ. പൊടി കൊടുന്ന് എന്റെ പൊന്നുമോളെ, ഇച്ചാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. പറയട്ടെ? പറ. പുറത്ത് വെയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? വെയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? പോയി നോക്കിട്ട് വരാം. നോക്കണ്ട, പറഞ്ഞാ മതി, എനിക്ക് വിശ്വാസം. എന്തു വെച്ചാൽ നിന്ന് താളം ചവിട്ടാതെ കാര്യം പറ. ഞാൻ എന്റെ ഇച്ചാൻ ഞാൻ അകത്ത് പോയി ഇരുന്നോളന്ന്. ഇവിടെ ഇരിക്കും. എന്താ എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ട്. നിങ്ങൾക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ ക്ഷീണിച്ചു. കാര്യം പറയുന്നു. പറയാം. കാര്യം കേക്കണേ. ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ഒരു കാര്യം പറയാൻ പോവാ. അത് എന്റെ പൊന്നുമോള് സംയമനത്തോടെ കേട്ട് ഒരു ധാരണയിലെത്തണം. ഓ, ഞാൻ കേട്ടോളാം. കൈ പിടിച്ചായ. അല്ല, കാര്യം പറഞ്ഞില്ല. ഇച്ചായ അകത്ത് വന്ന് പറയാന്ന്. അകത്തല്ല, ഇവിടെ എന്താണ് പറയേണ്ടത്? ഇതെന്തൊരു പോലെ വേണത്? ഞാൻ അങ്ങോട്ട് പോയപ്പോ ബെർമുഡായിരുന്നു ഇട്ടിരുന്നത്. എപ്പോഴാണ് മുണ്ടെടുത്ത് കൊടുത്തത്? അല്ല പരുവം. ഇപ്പൊ കണ്ടാലും പറയും ഡോക്ടറാണെന്ന്. വാ ഇങ്ങോട്ട്. സുലോചന എന്താ ഇവിടെ? ഫോൺ വിളിച്ചപ്പോ ആലീസ് തിരക്കാന്ന് അറിഞ്ഞില്ലേ, പിന്നെ നേരെ എങ്ങി പോന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ആലീസ് ഇവിടെ ഇല്ലാന്ന്. എനിക്ക് പിന്നെ ചെയ്യാവുന്ന ജോലിയൊക്കെ തീർത്തു വെക്കാന്ന് വിചാരിച്ചു. ഓഹോ, അത് വലിയ കാര്യമായി പോയല്ലോ. ഞാൻ ഇവിടെ ഇല്ലാത്ത നേരത്ത് എന്റെ അടുക്കള കയറിയിട്ട് വീട്ടുകാരിയാവാനുള്ളൊരു ശ്രമം. അയ്യേ, ഇത് ഭയങ്കര മോശമായി പോയി സുലോചനെ. നിങ്ങളുടെ കുടുംബത്തൊക്കെ ഇങ്ങനെയാണോ? അയ്യോ ആലീസേ, നമ്മൾ തമ്മിൽ അങ്ങനെയാണോ? ഒന്നുമില്ലെങ്കിലും ഇവിടെ താമസിക്കുന്നത് ജോർജ് കുട്ടിയല്ലേ. അതുകൊണ്ട് ഈ ജോർജ് കുട്ടി എന്ന് പറഞ്ഞതേ എന്റെ ഭർത്താവാണ്. അല്ലാന്നാരും പറഞ്ഞില്ലല്ലോ. സുലോചനെ, ഈ വീടിന്റെ ഉടമസ്ഥരൊക്കെ നിങ്ങളായിരിക്കും. ഞങ്ങൾ ഇവിടുത്തെ വാടകക്കാര്, അതൊക്കെ സമ്മതിച്ച്. പക്ഷെ ഞങ്ങളുടെ അനുവാദം വാങ്ങിച്ചിട്ട് വേണം വീട്ടുടമസ്ഥർ വീട്ടിലോട്ട് കയറാനായിട്ട്. മനസ്സിലായോ? ഇറങ്ങിക്കോ ഇവിടുന്ന്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇറങ്ങാൻ. ആലീസ്, അല്ലല്ലോ സുലോചനക്ക് എന്റെ ഇച്ചായനോട് പണ്ടേ ഒരു കണ്ണുള്ള കഥയൊക്കെ എനിക്കറിയാം. ഇപ്പൊ പിന്നെ ഭയങ്കര സൗകര്യമായല്ലോ. അതുകൊണ്ടായിരിക്കും ഇച്ചായൻ എന്റെ സമ്മതം വാങ്ങിക്കാതെ ഈ വീട് തന്നെ വാടകയ്ക്ക് എടുത്തത്. കൂടും കൊടുക്ക എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോ. എനിക്ക് ദേഷ്യം വന്ന് നിൽക്കുവാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചൂലെടുക്കും. എന്റെ ടെമ്പർ തെറ്റിക്കരുത്. പൊക്കോ. അയ്യോ ആലീസ്, അങ്ങനെ ഒന്നും പറയല്ലേ ആലീസ്. ഇറങ്ങിക്കേ. ഇനി ഈ വീട്ടിലോട്ട് എങ്ങനെ കാല് കുത്തിയിട്ടുണ്ടെങ്കിലായിരിക്കും എന്റെ തനി സ്വഭാവം അറിയും. ഇറങ്ങി പോവാൻ. എന്റെ ദൈവം, ഇത് എന്ത് ചെയ്യുവാ? സുലോചനയുടെ ഫോൺ വന്നപ്പോ തന്നെ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നു. ഇത് വരുമായിരുന്നെങ്കിൽ രാവിലെ ഒന്ന് വിളിച്ച് പറയണ്ടായിരുന്ന. ഞാൻ എങ്ങും പോവാൻ നിന്നേനല്ലോ. ഞാനും അറിഞ്ഞിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ആലീസ് ഇവിടെ ഇല്ലാന്നുള്ള കാര്യം. ഇതെന്തിനാ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത്? എല്ലാം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ തമ്മിൽ അതൊക്കെ നോക്കണോ? ഞാൻ ടൈലറിംഗ് ഷോപ്പിൽ നിന്നപ്പോഴേ സുലോചനയുടെ ഫോൺ വന്ന് അപ്പോഴേ ഇങ്ങോട്ട് ഓടിപ്പോന്നു. കേട്ടോ സുലോചനെ? ഞാൻ വന്ന് കയറിയപ്പോഴേ ഇച്ചായൻ എന്നോട് പറഞ്ഞില്ല സുലോചന ഇവിടെ ഉള്ള കാര്യം. എന്ത് സസ്പെൻസ് ഇട്ടാണോ? സസ്പെൻസ് ആയിരുന്നു, അല്ലാത്ത സസ്പെൻസ് ആയിരുന്നു. ഇത്രയും സസ്പെൻസ് എന്റെ ശരീരത്തിന് താങ്ങാൻ പറ്റൂല. അന്തം വിട്ടിരിക്കുന്നു. ഒന്നുമില്ല, എനിക്കൊരു ചായ എടുക്കൂ. ചായ വേണം? ക്ഷീണം ഒന്ന് മാറട്ടെ. ചായ തരാലോ. എപ്പോഴും ചായ വേണം. എന്റെ ചായ ഭയങ്കര ഇഷ്ടമാ. നല്ല ചായ. കഴിഞ്ഞു കഴിഞ്ഞാ? കഴിഞ്ഞു. നന്നായി.